അപ്പൊ എന്തായാലും അസീംഖ പറഞ്ഞതുപോലെ നമ്മൾ ഓരോ കാര്യത്തിനും അസീംഖാന്റെ സംശയത്തിനും കാര്യങ്ങളൊക്കെ വിളിക്കാറുണ്ടല്ലേ, പ്രോപ്പറായിട്ട് നമുക്ക് മറുപടി കിട്ടാറുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ബിസിനസ് ടൂൾ, അതാണ് ഇപ്പൊ പറഞ്ഞത്. എനിക്ക് എന്താണെന്ന് അറിയില്ല, പക്ഷെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനമായിരിക്കും അസീംഖ ചെയ്യുന്ന സമയത്ത്. സോ ആ ഒരു കാര്യം നമുക്ക് വേണ്ടിയിട്ട് റിവീൽ ചെയ്യുന്ന സമയത്ത് അസീംഖ മാത്രം ഇവിടെ പോരാ. കാരണം ഇന്ന് എംപവറായി മാറാന് 2 വ്യക്തികൾ കൂടി ഉണ്ട്, അല്ലേ ശരിയല്ലേ? യെസോർണോ? അവരുടെ പേര് പറയുന്നതിലും കണ്ടുപിടിച്ച് തുടങ്ങിയത് മറ്റാരുമല്ല, എംപവർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഒരു 4.5 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള, ഇന്ന് നമ്മൾ എംപവറിന്റെ ക്യാപ്റ്റൻ എന്നും അതേപോലെ തന്നെ സ്വപ്നങ്ങളുടെ രാജാകുമാരൻ എല്ലാം നമ്മൾ പേരിട്ട് വിളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്വന്തം അൽ അമീൻ ബ്രോ ഓൺ ദ സ്റ്റേജ്. അതേപോലെ തന്നെ നമുക്ക് 3 ഗ്രേറ്റ് അപ്ലയൻസ് ആണ്, 2 പേര് ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കോ ഫൗണ്ടർ ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള, നമ്മളെല്ലാവരും എന്താ വിളിക്കാൻ അദ്ദേഹത്തെ കബാലി, അല്ലെ, നമ്മുടെ സ്വന്തം ഇല്യാസ് ഖാൻ. വെൽക്കം ഇല്യാസ് ഖാൻ. എന്റെ ഈ റൈറ്റും ലെഫ്റ്റിലും നിൽക്കുന്ന എന്റെ ലീഡേഴ്സിന് അറിയില്ല ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്. പലപ്പോഴും എന്റെ അടുത്ത് ചോദിച്ചത് പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാൻ പറ്റില്ല. വേണമെങ്കിൽ നെക്സ്റ്റ് എപ്പോഴാണോ പ്രോഗ്രാം വരുന്നത് അന്ന് ഇത് അവൈലബിൾ ആണെങ്കിൽ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടേക്കാം, ഇഷ്ടപ്പെടാതിരിക്കാം. ഇത് ധൈര്യമായിട്ട് കമ്പയർ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ ഇവര് 2 പേര് മാത്രമല്ല, ഉറപ്പായിട്ടും അംബാസഡേഴ്സ് ആയിട്ടുള്ള നമ്മൾ എപ്പോഴും കൂടെ നിൽക്കുന്ന ലിബീഷ് ഏട്ടനും ഫറൂഖ് ബ്രോ, അംബാസഡറിലെ ഓരോ ആളുകളും അവരുടെയൊക്കെ പ്രസൻസ് തന്നെ ഇത് ചെയ്യണം. അതേപോലെ ഇത് ഇന്ന് വന്നിരിക്കുന്ന നിങ്ങളുടെ പ്രസൻസിൽ റെസ്പെക്റ്റീവ്ലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ എടുക്കാം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പേഴ്സണലി എന്റെ അടുത്ത് പറയാം. അത്രയും ഭാഗം ഒന്നുകൂടെ ഒന്ന് റീകോൾ ചെയ്തിട്ട് നിലവിൽ നിങ്ങൾ NTC പമ്പ് ചെയ്താൽ കിട്ടുന്ന QR ടാക്ടൈലിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല, ടാക്ടൈൽ തന്നെയാണ് നമ്മുടെ ഒരു കംഫർട്ട് സോൺ, അല്ലെങ്കിൽ നമ്മുടെ ഒരു അട്രാക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം. ഇതാണ് ഫാറൂഖ് ബ്രോ നേരത്തെ പറഞ്ഞത്. ഡെൽറ്റ ഫുൾ ആകുന്നത് നിങ്ങൾ ഓരോ ടിയറിനും സെപ്പറേറ്റ് ഡെൽറ്റ ഉണ്ട്. ആ ഡെൽറ്റ ഫില്ലായി കഴിഞ്ഞാൽ ആ ഡെൽറ്റയാണ് ഫിൽട്ടർ ആയിക്കൊണ്ടിരിക്കുന്നത്. മെയിൻ ഡെൽറ്റ നിങ്ങൾക്ക് എപ്പോഴും ഫില്ലായിട്ട് തന്നെ കാണാൻ പറ്റും. ഓരോ ടിയറിനും കറസ്പോണ്ടിങ്ങിൽ ഓരോ ഡെൽറ്റ ഉണ്ട്. ആ നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ മെയിൻ ഡെൽറ്റ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഫുൾ ക്രൗഡഡ് ആയിരിക്കും ചിലപ്പോൾ. അത് ഫുള്ളാണെങ്കിൽ 62 ക്വസ്റ്റ്യൻ ഫില്ലാവുകയും വേണം. ഇനി ഫില്ലായാൽ പോലും നിങ്ങളെ കണക്ട് ചെയ്യുന്നത് ഓരോ ടിയറിനും ഓരോ ഡെൽറ്റ ഉണ്ട്. സെപ്പറേറ്റ് ഡെൽറ്റ ഉണ്ടല്ലോ, ആ ഡെൽറ്റയാണ് ഫില്ലാവുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ ഫില്ലായിട്ടുണ്ടാവില്ലേ? ശരിയല്ലേ? അതാണ് ഫോളോ ചെയ്യുന്നത്. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് മാറും. ഗെയിമിംഗ് പ്ലാറ്റ്ഫോം തിയറുമായിട്ട് കണക്ഷൻ ഇല്ല. പക്ഷെ നമ്മളിപ്പോ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല എലമെന്റുകളും അത് മെറ്റാവേഴ്സിൽ യൂസ് ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോ 5 വെച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? ക്രിസ്റ്റൽ ക്യാമ്പിൽ കളിക്കുന്ന ആൾക്ക് അറിയാം, നിങ്ങൾ ഓരോ എലമെന്റുകളും 5 വെച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് മെറ്റാവേഴ്സിലേക്കുള്ള എലമെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് നാഷണൽ കോമ്പറ്റ് പോലുള്ള പ്രോഗ്രാമുകളെ കമ്പയർ ചെയ്യുന്നതാണോ എന്ന് നമുക്ക് റിവീൽ ചെയ്യാനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇൻഫർമേഷൻ വന്നിട്ടില്ല. ക്ലിയറായിട്ട് മനസ്സിലാക്കാം. നമ്മുടെ ഈ പ്രൊജക്റ്റിലേക്ക് വന്നത് ആദ്യമായിട്ടാണ് ഫാദിൽ ബ്രോ ഒരു ഫിസിക്കൽ സെഷൻ എടുക്കണം. ഇന്നലെയാണ് ഫാദിൽ ബ്രോ പറയുന്നത് ഒരു സെഷൻ എടുക്കണം, അത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓറിയന്റേഷൻ പ്രോഗ്രാമിലേക്ക് കൊടുക്കണം. ഇപ്പൊ എല്ലാവരും ഹാപ്പിയാണ്. ആരും ഹാപ്പി സോ യുണൈറ്റ് വേഴ്സ് എന്താണെന്ന് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞത് കേട്ടിട്ട് പോയി. കാരണം എന്താന്ന് നോക്കുമ്പോ ഇത് വരച്ചു വരുമ്പോ ഈ ഒറ്റക്കണ്ണുള്ള രാജാവിന്റെ ചിത്രം ഭയങ്കരമായിട്ട് വികൃതമായിട്ട് തോന്നുന്നത് കൊണ്ട് എന്ത് ചെയ്തു, എല്ലാവരും എന്നെ കൊണ്ട് പറ്റില്ല എന്നുകൊണ്ട് പോകും. പക്ഷെ അതിൽ ഒരു ചിത്രകാരൻ എന്ത് ചെയ്തു, ആ പ്രശ്നം മറ്റുള്ള എല്ലാ ആളുകൾക്കും ഒരു പ്രശ്നത്തിന് അദ്ദേഹത്തിന് അതിന് റിസൾട്ട് കിട്ടി. അദ്ദേഹം എന്ത് ചെയ്തു, ആ രാജാവ്
ഒരു കുതിരപ്പുറത്തിരുന്നിട്ട് ഒരു ചിത്രം മനസ്സിൽ സങ്കല്പിച്ചു. അപ്പൊ എങ്ങനെ അമ്പിനെ കൊണ്ട് നോക്കുക, ഒരു കണ്ണ് അടച്ചു പിടിച്ചിട്ട്. അപ്പൊ ഒറ്റ കണ്ണുകൊണ്ട് ഉന്നം നോക്കുന്ന കുതിരപ്പുറത്തിരിക്കുന്ന ശൗര്യത്തോടെയുള്ള ഒരു രാജാവിന്റെ ചിത്രം അദ്ദേഹം വരച്ചപ്പോൾ ആ രാജാവിനത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ രാജാവ് എന്ത് ചെയ്തു, ആ കൊട്ടാരത്തില് ഒഫീഷ്യൽ ചിത്രകാരനായിട്ട് എന്ത് ചെയ്തു, ആ ചിത്രകാരനെ അവിടേക്ക് നോമിനേറ്റ് ചെയ്തു. ഈ കഥ കൊണ്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? അവിടെ പ്രശ്നം മറ്റുള്ള ആളുകൾക്ക് തോന്നിയിരുന്ന കാര്യത്തിന് ഏറ്റവും ഭംഗിയാക്കിയിട്ട് എന്ത് ചെയ്തു, അതവിടെ വെച്ചപ്പോ രാജാവ് ഉദ്ദേശിച്ചതിനേക്കാളും എന്ത് ചെയ്തു, നന്നായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഒരു ചിത്രം ആ രാജാവിനും കിട്ടി. ആ വരച്ച റിസ്ക് എടുത്ത ചിത്രകാരനൊക്കെ എന്ത് ചെയ്തു, ഏറ്റവും നല്ല ചിത്രകാരനായിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ആ രാജ്യം അംഗീകരിച്ചു. നിങ്ങളും ഞാനും തമ്മിലുള്ള കണക്ഷൻ കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ അതിനെ പൂർണ്ണമായിട്ട് എനിക്ക് കൺവേ ചെയ്ത് തരാൻ വേണ്ടി പറ്റുള്ളൂ. സോ ആ ഒരു കണക്ഷൻ നിങ്ങൾ എന്നിലേക്കും ഞാൻ നിങ്ങളിലേക്കും എന്ത് ചെയ്യാം, അത് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത സമയത്ത് അതൊരു വാശിയായി കേട്ടിടുന്നുണ്ട്. അന്ന് കണ്ട മുഖമല്ലേ എന്ന് പറഞ്ഞ് ഇന്നലെ ചേർത്ത് പിടിച്ചു. നെഞ്ചമത്താലേക്ക് ഞാൻ പോയപ്പോൾ, ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരാള് ചേർത്ത് പിടിച്ച് എന്നോട് പറഞ്ഞൊരൊറ്റ വാക്കുണ്ട്, നിങ്ങളെ ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യുന്നു, നിങ്ങളെ ഞാൻ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നു. 4.5 കൊല്ലം നിങ്ങൾ പിടിച്ചു നിന്നല്ലോ, 5 കൊല്ലം ഏത് പ്രൊജക്ട് ചെയ്താലും സക്സസ് ആവുമെന്ന് പഠിപ്പിക്കുന്ന ശാസ്ത്രത്തിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. നിങ്ങളെ കൂടെയാണ് ഞങ്ങൾ നിൽക്കേണ്ടത് എന്ന് പറഞ്ഞ് ആ കൂടെ നിന്ന് ഐഡിയ അടിക്കുകയാണ് ആ സ്പോട്ടിൽ സംഭവിച്ചത്. എന്റെ മുന്നിലിരിക്കുന്നത് 4 അധ്യാപകന്മാർ, സ്കൂൾ അധ്യാപകർ. ഓപ്പോസിറ്റ് ഇരിക്കുന്നത് പ്രിൻസിപ്പൾ, അല്ലേ? മാഷമോനാണ്, അപ്പൊ പ്രിൻസിപ്പൾ തന്നെ. ഓപ്പോസിറ്റ് ഇരിക്കുന്നത് അവരത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാള്. പക്ഷേ എന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ചോ അല്ലെങ്കിൽ എന്റെ വാക്കുകൾ എവിടെയെങ്കിലും പതറി പൊഴിക്കഴിഞ്ഞാൽ അവരൊരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. എനിക്ക് മനസ്സിലായി എന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന 4 അധ്യാപകരാണെന്നും അവരെന്നെ ക്രോസ് ചെയ്യാൻ അയക്കുന്നു. എന്നെ ക്രോസ് ചെയ്തിട്ട് അവര് വിജയിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നതെന്ന് അവരുടെ ഭാവത്തിൽ നിന്ന് മനസ്സിലായി. ഇരിക്കാൻ സമയത്ത് തന്നെ ഞാൻ മൊബൈൽ സൈലന്റ് ചെയ്യാൻ പറഞ്ഞു, കമ്മ്യൂണിറ്റി വെക്കാൻ പറഞ്ഞപ്പോ പറഞ്ഞു സമയമില്ല സാറേ. അപ്പൊ ഞാൻ എത്ര സമയം ഉണ്ടാവും? 20 മിനിറ്റ് സമയം തരാൻ മതി. ആയിക്കോട്ടെ, 20 മിനിറ്റ് സമയം തന്നാൽ മതി. പക്ഷെ ആ മാഷ്മാരെ മുന്നിൽ ഞാൻ ഒറ്റ ഡയലോഗ് അടിച്ചത്, എന്റെ ഫാദർ മാഷാണ് ട്ടാ. അതോടുകൂടെ പകുതിയായി. പിന്നെ പറഞ്ഞ് എന്റെ പെങ്ങള് എടപ്പാള ഹൈസ്കൂളിലെ ടീച്ചറുമാണ്. അപ്പൊ അവര് ഫിനിഷ്. ആ 3 വർഷത്തിന്റെ ഗ്യാപ്പിൽ അദ്ദേഹം 30 കൺസെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഒറ്റ ഉത്തരേ തന്നുള്ളൂ, സാറെ പരാജയപ്പെട്ടവർക്ക് രക്ഷപ്പെടാൻ എവിടുന്നെങ്കിലും കച്ചിത്തിരുമ്പ് കിട്ടുമെങ്കിൽ അതിൽ പോയി പിടിക്കണമെന്ന്. പക്ഷെ അവിടെയല്ലേ ചതികൾ നടക്കുന്നത്.